നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ച് എങ്ങനെയാണ് ചെയിൻ ലോക്ക് ചെയ്യുന്നത് നോക്കാം. 2 ഇഴ ഇട്ട് തന്നെയാണ് നമ്മൾ ചെയിൻ ഇടുന്നത്. കണ്ടോ, ലോങ് ചെയിൻസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കോർണറിലെത്തുമ്പോൾ പയ്യെ പിടിച്ചുകൊണ്ട്, താഴെ നന്നായിട്ട് വലിക്കുകയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് പയ്യെ റൊട്ടേറ്റ് ചെയ്ത് കോർണർ സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ ലോക്ക് ഇട്ട ശേഷം അടുത്ത ഡയറക്ഷനിലോട്ട് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ വേണം നമ്മൾ ചെയിൻ ലോക്ക് ചെയ്യാൻ. ഇനി ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് ഞാൻ മുകളിലോട്ട് പോവാണ്. പയ്യെ വേണം റൊട്ടേറ്റ് ചെയ്യാനും വലിച്ചെടുക്കാനും ഒക്കെ. ത്രെഡ് കുരുങ്ങി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ചെയിനിൽ പോയി കൊളുത്തി പിടിക്കുക. ഇതിനേക്കാൾ നല്ലത് ഇതാണ്. അപ്പോൾ നമ്മൾ അവിടെ വിട്ടിട്ട് ഇതിലോട്ട് പിടിച്ച് ത്രെഡ് ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്ന് വലിക്കുക. അപ്പോൾ ത്രെഡ് നോർമലാവും. വീണ്ടും നമ്മൾ ചെയിൻ ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും നൂല് കുരുങ്ങുന്നു അല്ലെങ്കിൽ പൊട്ടാൻ പോകുന്നു എന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ ചെയിനിനെ അവിടെ വിട്ട ശേഷം ഏറ്റവും നല്ല ചെയിനിൽ പോയി കൊളുത്തി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ലോക്ക് ഇട്ടിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കോർണേഴ്സ് ചെയ്യേണ്ടത് കേട്ടോ. സാധാ ത്രെഡിൽ ചെയ്യുന്നതിലും നമ്മൾ പയ്യെ വലിക്കുക, റൊട്ടേഷനൊക്കെ പയ്യെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സിൽക്ക് ത്രെഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരിഴ കുടുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വിട്ടിട്ട് നമ്മളതിൻ്റെ മുന്നത്തെ ഏറ്റവും നല്ല ചെയിനിൽ പോയി കൊളുത്തി കൊടുക്കുക. അല്ലാതെ അതിൽ പിടിച്ച് വലിക്കാനോ ഒന്നിനും നിൽക്കരുത്.